ഈ ആത്മീയധാരയിൽ നിന്നൊരു സമുദായം അടർത്തിയെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ, ആത്മീയമായ ധാരയിൽ നിന്ന് ഈ ഉമ്മത്ത് അകറ്റപ്പെട്ടു കഴിഞ്ഞാൽ പകരം വരുന്നത് അരാജകത്വമാണ്, പകരം വരുന്നത് അധർമ്മങ്ങളാണ്, അശാന്തിയാണ് ഈ സമുദായത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. സുഹൃത്തുക്കളെ, ഇസ്ലാം വളർന്നത് അള്ളാന്റെ ഹബീബിന്റെ മുഅ്ജിസത്ത് കണ്ടുകൊണ്ടാ. ആ ഇസ്ലാമിന്റെ പിന്തുടർച്ച പ്രബോധനം ലോകത്ത് നിർവഹിക്കപ്പെട്ടത് ഔലിയാക്കളുടെ കറാമത്തിലൂടെയാണ്, മഹാന്മാരുടെ സൂഫികളായ ആളുകളുടെ വഴിയിലൂടെയാണ്. ഈ സമുദായം വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സകലമാന മര്യാദകളെയും അതിലംഘിച്ചുകൊണ്ട് ഇന്നലകൾ നമ്മൾ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധികളെയും ഏറ്റവും കൂടുതൽ ഒന്നുമല്ലാതെയാക്കുന്ന രൂക്ഷമായ അവസ്ഥാവിശേഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വവും അതിന്റെ ജനാധിപത്യ സൗരഭ്യവും സംഹരിക്കപ്പെടുന്ന രീതിയിൽ രാജ്യത്താകമാനം കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യം വരികയാണ്. ഫാസിസ്റ്റ് അധികാര കേന്ദ്രങ്ങള് രാജ്യത്തടിച്ചേൽപ്പിക്കുന്ന ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവോ സാമൂഹിക വിരുദ്ധവുമായ അഴിമതിയുടെയും അക്രമങ്ങളുടെയും പ്രവർത്തനങ്ങള്, നോട്ട് നിരോധനത്തിന്റെയും അതുപോലെയുള്ള നിരവധി അഴിമതി കഥകളുടെയും പേരിൽ ഭരണകൂടങ്ങൾ അടിയുലയുമ്പോൾ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ രാജ്യത്തിന്റെ തെരുവുകളിൽ മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും മതേതരത്തെ കശാബ് ചെയ്യുകയും ചെയ്യുന്ന ക്രൂരവിനോദങ്ങള് അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോ, സുഹൃത്തുക്കളെ, വിവരമില്ലാത്ത മനുഷ്യര് കേവലം ഒരു നാക്കാലിയ ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ സംരക്ഷിക്കാനുള്ളതാണ്, ദൈവം മനുഷ്യ വിശ്വാസത്തിന് ശാന്തി പകരുന്നതാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ദൈവവിശ്വാസങ്ങളിൽ സാങ്കല്പികമായ കഥകൾ കൊണ്ടു നടക്കുന്ന ആളുകൾ ഏത് രീതിയിലുള്ള ദൈവവിശ്വാസികളാണെങ്കിലോ ആ ദൈവവിശ്വാസങ്ങളുടെ ആത്യന്തിക ഫലമെന്ന് പറയുന്നത് മനുഷ്യർക്ക് സമാധാനം നൽകേണ്ടതാണ്. പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇലാഹിയായ സന്ദേശം എന്താണ്? മനുഷ്യൻ പടക്കപ്പെട്ടത് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ്. മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത് റബ്ബാണ്, മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്നത് റബ്ബാണ്. എന്നാൽ മനുഷ്യന്റെ ബുദ്ധിയെയും ചിന്തയെയും അതാ വികലമായ വഴിയിൽ ആട്ടിത്തെളിച്ച് അതിന് വൈകാരികമായ രൂപഭാവങ്ങൾ നൽകിക്കൊടുത്ത് കേവലം ഒരു നാക്കാലിയുടെ പേരില്, ഒരു പശുവിന്റെ പേരില് രാജ്യത്ത് പച്ചയായി മനുഷ്യരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയല്ല, ആധുനിക ലോകക്രമത്തില് വധശിക്ഷയ്ക്ക് വിധിച്ചവനെപ്പോലും എളുപ്പത്തിൽ തൂക്കിലേറ്റുകയോ അല്ലെങ്കിൽ അവനെ മരുന്ന് വെച്ചോ വെടിവെച്ചോ കൊലപ്പെടുത്തി അവനെ ക്രൂരമായി കശാബ് ചെയ്യുന്ന മാനുഷിക വിരുദ്ധമായ സംസ്കാരങ്ങള് ലോകത്തെവിടെയും ഇന്ന് നിലവിലില്ല എന്നിരിക്കെയാണ് വധശിക്ഷ തന്നെ തിന്മ ചെയ്ത ആളുകൾക്ക്, തെറ്റ് ചെയ്ത ആളുകൾക്ക് വധശിക്ഷ പോലും പാടില്ലെന്ന് ലോകത്ത് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജുനൈദ് എന്ന് പറയുന്ന ഖുർആൻ മനപ്പാടമാക്കിയ കൊച്ചുകുട്ടിയെ, അതുപോലെയുള്ള ധാരാളം ചെറുപ്പക്കാരെ തെരുവിൽ പേപ്പട്ടിയെ കശാബ് ചെയ്യുന്നത് പോലെ കശാബ് ചെയ്യുന്നത്, അവരെ കഴുത്തെറുത്തു കൊല്ലുന്നത്, കേവലം ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ടുപോലും കഴുത്തെറുത്തു കൊല്ലുന്നത് എന്ന ഒരു മര്യാദ പോലും സ്വീകരിക്കാതെ കശാപ്പിന്റെയും കടാരയുടെയും വഴി കൊണ്ട് ഫാസിസം ലോകത്തോട് സംസാരിക്കുമ്പോ ഈ സമുദായത്തിന് സംസാരിക്കാനുള്ളത് ആത്മീയതയുടെ ഭാഷയിലാണ്, സമാധാനത്തിന്റെ ഭാഷയിലാണ്. ഇന്നലകളിൽ ഈ സമുദായം ഇതര വിശ്വാസികളുടെ അക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടത് ഇസ്ലാമിന്റെ ആത്മീയധാരകളിലൂടെയാണ്. മുസ്ലിം പള്ളിക്കടുത്ത് താമസിക്കുന്ന ഹൈന്ദവന്റെ വീട്ടിൽ നിന്നൊരക്രമം മുസ്ലിം പള്ളിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ആ പള്ളി അവർ ആദരിച്ചത്? ആ പള്ളിയിലെ ആലിമ ന്റെ കൈകളിൽ നിന്ന് നൂലൂരി കിട്ടുമ്പോൾ അത് തന്റെ മകന്റെ രോഗശമനത്തിനുള്ളതാണ്. ആ പള്ളിയങ്കണത്തിൽ നിന്ന് വടിഞ്ഞൊഴുകുന്നത് തന്റെ സമാധാനത്തിന്റെ സാന്ത്വമായ സന്ദേശങ്ങളാണ്. ആ പള്ളിയെ ആദരിക്കുന്ന ആത്മീയധാരകള് നേർച്ചകളിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ അവരുമായി ബന്ധപ്പെട്ടും സൗഹൃദം പങ്കിട്ടും ആത്മീയധാരയിലൂടെ നീങ്ങിയ മുസ്ലിമീങ്ങള് ആ ആത്മീയതയെ ഉറക്കപ്പിടിച്ച് ആത്മീയ നായകന്മാരുടെ പിന്നിൽ
പിന്നിൽ അണിനിരന്ന് അരാജകത്വങ്ങളിൽ നിന്നും അത് വളർത്തിക്കൊണ്ടുവരുന്ന ബിദ്അത്തിൽ നിന്നും വഴിമാറി സഞ്ചരിക്കേണ്ടവനാണ് മുസ്ലിം. അതുകൊണ്ട് തന്നെ ലോകത്തെ സകലമാന മുസ്ലിം ഭീകരവാദികളും അവരുടെ മുഖ്യ ശത്രുവായി കാണുന്നത് സാമ്രാജ്യത്വത്തെയല്ല, സൂഫീസത്തെയാണ്. സിറിയയിലും യമനിലും ഇറാഖിലും അടക്കം കഴുത്തെറുത്ത് കൊല ചെയ്യപ്പെടുന്നത് സൂഫി പണ്ഡിതന്മാരാണ്, ആത്മീയ നായകന്മാരാണ്. ഏത് കാലത്തും അരാജകത്വത്തിന്റെ ശത്രു ആത്മീയതയാണ്. ആ ആത്മീയത ഇസ്ലാമിന്റെ യഥാർത്ഥ സൗന്ദര്യം പ്രകടിപ്പിക്കുകയാണ്. ആ സൗന്ദര്യം നിലനിൽക്കുന്ന സമൂഹത്തിൽ ഫാസിസത്തിന് വളരാൻ കഴിയില്ല, വർഗീയതക്ക് വേരൂന്നാൻ കഴിയില്ല. അതാണ് നമ്മുടെ നേതാക്കളും മഹാന്മാരും സൂഫികളും ഔലിയാക്കളും നമുക്ക് പകർന്നു തന്ന വഴി. അതാണ് സിറാത്തുൽ മുസ്തഖീം. അവിടെ വിശ്വാസത്തിന്റെ വഴികളിൽ അഭിപ്രായ വൈരുദ്ധ്യങ്ങളില്ല. ഏക വിശ്വാസധാരയിലൂടെ മഹാന്മാരെ പിന്തുടർന്ന് ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.